കുംഭക്കൂറ്, അവിട്ടം, അന്ത്യപകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ, ഈ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ വരിക. കുംഭക്കൂറുകാർക്ക് ഏഴശനി അവസാന ഘട്ടത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ വരും. ഈ ഒരുപാട് തടസ്സങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും മടുപ്പുണ്ടാകാനുള്ള സമയമാണ്, നിരാശ ബാധിക്കുന്ന സമയമാണ്. അതിന് ഇവർക്ക് വ്യാഴത്തിൻ്റെ പ്രസാദം അല്പം കുറവ് വരുത്തും, ആ ദോഷങ്ങൾക്ക് കുറവ് വരുത്തും. വ്യാഴം 5ലേക്ക് വരുന്നു എന്ന് പറയുന്ന ഗുണം. പക്ഷേ അപ്പോഴും സന്താന വിഷയത്തിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് സന്താന വിഷയത്തിൽ ഉള്ള പരിഹാരങ്ങളായിട്ട് ഇപ്പോൾ ഗുരുവായൂർ കൃഷ്ണനാട്ടം നടത്തുക, സന്താനഗോപാലം ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക, പൂർണ്ണത്രയീശന് വഴിപാടുകൾ നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെ സഹായകമായിരിക്കും. ഇവർക്ക് ഏഴരശനിയുടെ അവസാന ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ധനം വരവ് കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നഷ്ടം വരുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം കുറയുക എന്ന് പറയുന്നതാണ് ഇവരുടെ അവസ്ഥ. രോഗങ്ങളും ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് പൊതുവെ സാഹചര്യം. പിന്നെ ഇവർക്ക് സർപ്പദോഷങ്ങൾക്ക് സാധ്യതയുണ്ട്. സർപ്പദോഷങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ഇവർക്ക് വിഷദോഷം ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതായത് കഴിക്കുന്ന ആഹാരം തന്നെ വിഷമായിട്ട് മാറാം, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഇവർക്കുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇവർക്ക് സർപ്പദേവതകളെ പ്രസാദിപ്പിക്കുന്നതും നന്നായിരിക്കും. അതുകൂടാതെ ചൊവ്വ എന്നുള്ള നിലയ്ക്ക് ഭദ്രകാളി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രസാദിപ്പിക്കുന്നത് ഏറെ സഹായകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം ആയിട്ട് നടത്തുക, പാലഭിഷേകം, കരിക്കഭിഷേകം, അഷ്ടദ്രവ്യ അഭിഷേകം, ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്തുക. പിന്നെ കുളി കഴിയുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് അഭിഷേകം കഴിയുമ്പോൾ എന്തെങ്കിലും പൂവമ്പഴമോ അല്ലെങ്കിൽ പഞ്ചാമൃതമോ ഒക്കെ നേദ്യം നടത്തുന്നതും സഹായിക്കും.